ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ഇവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആ ഗലീല കടൽപ്പുറത്തുകൂടി കടന്നു ചെല്ലുമ്പോൾ ഈ സഹോദരങ്ങളെ കാണുകയും എന്നാൽ അവർ ചെയ്തിരുന്ന ആ ജോലിയിൽ നിന്ന് തന്റെ പിന്നാലെ കടന്നു ചെല്ലുവാനും തന്നെ അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ളതായ ഒരു ദൂത് കർത്താവ് അവരോട് പറയുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ വിളി കേട്ട് അവർ വല വിട്ടേച്ച് ആ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ യേശു കർത്താവിനെ അനുഗമിക്കേണ്ടതിന് കടന്നു ചെല്ലുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് ഓർക്കണം, അവരെത്രയോ കാലമായി ആ ഗലീല കടലിൽ മീൻ പിടിച്ച് അവരുടെ ഉപജീവനം നടത്തുന്ന അനുഭവമാണ്. അവരുടെ നല്ലൊരു തൊഴിലാണ്. നമുക്കറിയാം, ഒരു നല്ല ചാകര കിട്ടുമ്പോൾ ചിലപ്പോൾ ലക്ഷങ്ങളാണ് അവർക്ക് വരുമാനമുണ്ടാകുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ ഇപ്രകാരം വന്ന് പറയുന്നു, ആ മനുഷ്യന്റെ പിന്നാലെ അവർ സകലതും വിട്ട് കടന്നു ചെല്ലുന്നു. ചിലപ്പോൾ ബുദ്ധിമോശമായിട്ട് അത് തോന്നാം. എന്നാൽ തങ്ങളെ വിളിച്ചത് ആരാണ് എന്നവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിന്റെ വിളി നാം കേട്ടിട്ടും ദൈവത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ടും ആ വിളിക്ക് അനുസരിച്ച് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അനേകർ പലവിധമാകുന്ന ദുരന്തങ്ങളിൽപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ പത്രോസിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഒരു പരിധിവരെ തന്നെ ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു അത്രത്തോളം വലിയൊരു ജോലിയൊന്നുമല്ല താൻ ചെയ്തിരുന്നത്. മറ്റൊരു കാര്യം, ജീവനുള്ളതിനെ പിടിച്ച് കൊല്ലുന്ന ഒരു ജോലിയായിരുന്നു തന്റെ ജോലി. എന്നാൽ ഇതെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് താൻ കടന്നു ചെല്ലുകയാണ്. മനുഷ്യരെ പിടിക്കുന്നവരാക്കും, അഥവാ പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരെ പിടിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന, നിത്യജീവൻ കൊടുക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് അവരെ ആക്കും എന്നുള്ളതാണ് ആ വിളിയുടെ പിന്നിലുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജീവനുള്ളതിനെ പിടിച്ച് കൊല്ലുന്ന അനുഭവത്തിൽ നിന്ന് ഒരുപക്ഷെ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തിന് നിത്യജീവൻ കൊടുക്കത്തക്ക വിധത്തിൽ അവരെ ആ ഗുരുവിന്റെ അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് നയിക്കുവാനുള്ളതായ ദൗത്യം അവരെ ഏൽപ്പിക്കേണ്ടതിനാണ് കർത്താവ് അവരെ വിളിച്ചത്. അപ്രകാരം അവർ കടന്നു ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് പലപ്പോഴും ദൈവവിളി മനുഷ്യൻ വേണ്ട വിധത്തിൽ അത് ഏറ്റെടുക്കുന്നില്ല, ദൈവവചനം വേണ്ട വിധത്തിൽ അനുസരിക്കുന്നില്ല. നമുക്കറിയാം, വലിയ മനക്കോട്ടകൾ പലരും കെട്ടാറുണ്ട്. ചിലർ വളരെ നന്നായി ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വലിയ ആനയുടെ ചിത്രം വരയ്ക്കും, എയറോപ്ലെയിനിന്റെ ചിത്രം വരയ്ക്കും. എന്നാൽ അതൊന്നും ചലിച്ചിട്ടില്ല, അതിനൊന്നും ജീവൻ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇങ്ങനെ പല മനക്കോട്ടകൾ കെട്ടി മുൻപോട്ട് പോകുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഇതാ ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവവിളി അനുസരിച്ച് ഒരുവൻ സമർപ്പിക്കാൻ തയ്യാറായാൽ അവനെ കൊണ്ട് ദൈവത്തിന്
അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. ഈ പത്രോസിനെ ദൈവം എന്മാത്രം ഉപയോഗിച്ചു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളും സഭാചരിത്രവും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിന്റെ 1-2 വീടുറ്റതായ ലേഖനങ്ങൾ, യാതൊരു അക്ഷരാഭ്യാസവും ഇല്ലായിരുന്ന ആ പത്രോസ് തന്റെ ലേഖനത്തിൽ മൂലപദാർത്ഥങ്ങളെ കുറിച്ച് അന്നേ പ്രവചിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനേകരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, സഭാചരിത്രം പഠിക്കുമ്പോൾ ഈ പത്രോസിനെ തല കീഴായി ക്രൂശിൽ തറച്ച് കൊല്ലത്തക്ക വിധത്തിൽ താൻ സമർപ്പിച്ചു, അല്ലെങ്കിൽ തന്നെ ക്രൂശിൽ തറയ്ക്കുവാൻ വന്നപ്പോൾ താൻ അങ്ങനെ തന്റെ അരുമനാഥന്റെ പാദം ചുംബിക്കട്ടെ, എന്നെ തലകീഴായി ക്രൂശിക്കണം എന്ന് പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കിടക്കുന്നത്. ഓർക്കുക, എത്രയോ വലിയ ഒരു ദർശനമായിരുന്നു ആ പത്രോസിനുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ഈ ലോകത്തിലെ ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടിയും ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയും വലിയ നിത്യത നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം ഒന്നുകൂടി നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എത്രയോ പ്രാവശ്യം ദൈവവിളി നമ്മൾ കേട്ടു, എത്രയോ പ്രാവശ്യം ദൈവശബ്ദം നമ്മൾ കേട്ടു, എത്രയോ പ്രാവശ്യം മാനസാന്തരപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു, എത്രയോ പ്രാവശ്യം വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ അത് നമുക്ക് പാലിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? പത്രോസിനെ പോലെ ആ വിളി കേട്ട് കർത്താവിന്റെ പിന്നാലെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ നമ്മുടേതായ ചില പടകും ചില വലയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് പ്രാണപ്രിയന്റെ പിന്നാലെ കടന്നു ചെല്ലുവാൻ ആ വലിയ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. അതിനേൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും ആ വലിയ അനുഗ്രഹം നമുക്കും പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. അതിനായി സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിന്നിലെന്ത്? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിന്നിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതെ കത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നിനക്കുമീതെ കത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാം മാരിയോ നിന്നെ അലട്ടാൻ പൊന്മകനേ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ